ഇടിമിന്നലേറ്റ് നിർധന കുടുംബത്തിന്റെ വീട് തകർന്നു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് കോഴിക്കട 16-ാം ഉന്നതിയിൽ വെളുത്തേടത്തുകാട്ടിൽ സലാമിന്റെ വീടാണ് തകർന്നത്. ഇടിമിന്നലേറ്റ് നിർധന കുടുംബത്തിന്റെ വീട് തകർന്നു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് കോഴിക്കട 16-ാം ഉന്നതിയിൽ വെളുത്തേടത്ത് കാട്ടിൽ സലാമിന്റെ വീടാണ് തകർന്നു വീണത്. കഴിഞ്ഞ ദിവസമുണ്ടായ ഇടിമിന്നലിൽ വീടിന്റെ ചുവരിന് വലിയ വിള്ളൽ സംഭവിച്ചിരുന്നു. ഇന്ന് രാവിലെയോടെയാണ് മേൽക്കൂരയും ഭിത്തിയും ഉൾപ്പെടെ വീട് തകർന്നു വീണത്. ജനാലകളും മറ്റും തകർന്ന് പുറത്തേക്ക് വീണ് വാസയോഗ്യമല്ലാതായ നിലയിലാണ് വീട്. സംഭവ സമയത്ത് സലാമും കുടുംബവും വീടിനുള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങിയോടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഭാര്യയും വിദ്യാർത്ഥികളായ 2 മക്കളും അടങ്ങുന്നതാണ് കൂലിപ്പണിക്കാരനായ സലാമിന്റെ കുടുംബം. ഉത്തരം ഒടിഞ്ഞിട്ടുണ്ടായി, അത് കണ്ടിട്ടുണ്ടായില്ല. ഉത്തരം നേരെ ഒടിഞ്ഞിരുന്ന് ചെമ്പരും ഭിത്തിയടക്കം ഒരു സൈഡിൽ കൂടെ പോകുന്നു. പിന്നെ ഞാനും എൻ്റെ ഭാര്യ 2 പിള്ളേരുണ്ടായി. കാലത്ത് തന്നെ അരി വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒച്ച കാരണം പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. കഴുത്തിന് വയ്യാണ്ടൊക്കെ ഇരിക്കുന്ന ആളാണ്. പിന്നെ മക്കള് 7ലും 9ലും പഠിക്കുന്ന മക്കളാണ്. ഞങ്ങൾക്ക് ഒരു നിവർത്തിയില്ല, എന്നോട് പോവാനും ഇല്ല. ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഞങ്ങൾക്ക് അറിയാനില്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്.